അച്ഛൻ വാങ്ങി തന്ന ജീപ്പല്ലേ അത്? ഇത് വെച്ചിട്ടാണോ അവന്റെ കളി? ശരിയാക്കി തരാം. ഇതെന്റെ ജീപ്പാണ്, അതെനിക്ക് വേണം. തന്നെ എന്താണ് രണ്ടുപേരും കൂടി പതിവില്ലാത്ത ഒരു പിടിവലി? വിട്ടേ രണ്ടാളും. മുത്തശ്ശി, അതെനിക്ക് അച്ഛൻ വാങ്ങി തന്ന ജീപ്പാണ്. അതാണ് അവൻ എടുത്ത് കളിച്ച് നശിപ്പിക്കുന്നേ. അന്ന് മുത്തശ്ശി, അച്ഛൻ എന്നോട് കൂടെ കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെയും കൂടിയാണ് വണ്ടി. ആ, അത് രണ്ടുപേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത്. അപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ? ആ രണ്ട് വണ്ടിയും ഇങ്ങ് തന്നേ. മുത്തശ്ശി, ഒരു കാര്യം ചെയ്യാം. ഇത് രണ്ട് വണ്ടിയില്ലേ, ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും. രണ്ടുപേരും കൂടി കളിച്ചോ. അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും. സോറി മുത്തശ്ശി, ഇനി ഞങ്ങൾ തല്ലുകൂടില്ല. നല്ല കുട്ടികൾ. ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണം എന്റെ കുട്ടികൾക്ക്. ആ, വേണം വേണം വേണം. എന്നാ കേട്ടോ. പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു. അവൻ ആ വലിയ മാവിൽ നിന്നും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു. അവൻ അങ്ങനെ രാജകീയമായി മാവിൽ രസിച്ചു താമസിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു തത്ത അതുവഴി വന്നത്. അങ്ങനെ ആ തത്ത മാവിലുണ്ടായിരുന്ന പൊത്തിലേക്ക് താമസം മാറ്റി. തത്തയും അണ്ണാനെ പോലെ തന്നെ ഒരു വലിയ മാങ്ങാക്കൊതിയനായിരുന്നു. അവനും അണ്ണാനെ പോലെ തന്നെ സദാസമയവും പൊത്തിൽ നിന്നും പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും. മുകളിലായി അണ്ണാനും ഉണ്ടാകും. നമ്മുടെ അണ്ണാരക്കണ്ണന് തത്ത ഒരു വലിയ ശല്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാവും നമ്മുടെ തത്തയും ഉന്നം വെക്കുന്നത്. അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത്. ഒരേ സമയം രണ്ടു പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാക്കി. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ. പിന്നെ അവർ തമ്മിൽ വഴക്കാവും. ഈ മാങ്ങ ആദ്യം കണ്ടത് ഞാനാണ്. ഞാൻ കണ്ടതിന് ശേഷമാണ് നീ അതിനെ കണ്ടത്. ഞാൻ കണ്ണിമാങ്ങ പ്രായത്തിലേ കണ്ടതാണ്. നീ ഇപ്പോഴല്ലേ വന്നത്? അല്ല, ഞാനാ കണ്ടത്. അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടി താഴേക്ക് വീണു. അപ്പോഴാണ് വിശന്നു വലഞ്ഞ ഒരു കാക്ക അതുവഴി പറന്നു വന്നത്. കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു. കാക്കയ്ക്ക് സന്തോഷമായി. കാക്ക ആ മാങ്ങ തന്റെ കാലുകൾ കൊണ്ട് പൊട്ടിയെടുത്ത് ഒരു മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിച്ചു. അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല. അപ്പോൾ കാക്ക വിളിച്ചു പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും സങ്കടത്തോടെ തല താഴ്ത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അതുവഴി വന്നു. അന്നും പതിവ് പോലെ രാവിലെ തന്നെ അണ്ണാരക്കണ്ണനും തത്തമ്മയും തമ്മിൽ വഴക്ക് തുടങ്ങിയിരുന്നു. എന്താ ഇത്? എന്നും നിങ്ങളുടെ വഴക്ക് കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ്. എന്തൊരു കോലാഹലമാണിത്. എന്നും ഇത് കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി. എന്നാൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് അവസാനം ആ മാങ്ങ കാക്കച്ചാര് കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ്. നിങ്ങൾക്കോ വഴക്ക് കൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലേ? മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ
മറ്റു വല്ല കൊച്ചു പ്രാണികളെയോ പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പ് അടക്കേണ്ടി വരും അല്ലേ? അണ്ണാരക്കണ്ണനും തത്തമ്മയും നാണം കെട്ട് തലയാട്ടി. ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഒരാൾക്കേ ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. ഹേ, മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. ആ ബെസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ പുഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത്. ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങേരെ കണ്ടു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നുപോയി. അങ്ങനെ നമ്മുടെ അണ്ണാരക്കണ്ണനും തത്തമ്മയും നമ്മുടെ മൂങ്ങ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞങ്ങൾ ആ പുഴക്കരയിലുള്ള ആനച്ചാർ പറഞ്ഞിട്ട് വന്നതാ. എന്തു വേണം? വന്ന കാര്യം പറയൂ. അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ സന്യാസിയോട് പറഞ്ഞു. ഇത് കേട്ട മൂങ്ങ സന്യാസി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ അതുമായി എന്റെ അടുത്ത് വരിക. ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം. അത് കേട്ടതും അണ്ണാനും തത്തമ്മയും തല ഉലുക്കി സമ്മതിച്ചു. കാരണം അവ എന്നും വഴക്ക് കൂടി മടുത്തിരുന്നു. പിറ്റേന്ന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ്. ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ്. ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് അണ്ണാരക്കണ്ണനും ഞാനാണ് ഇതിനെ പറിച്ചത് എന്ന് തത്തമ്മയും ആകെ ബഹളമായി. ഒച്ച വയ്ക്കാതെ സമാധാനമായി ഇരിക്കി. എന്നിട്ട് മൂങ്ങ സന്യാസി ആ മാങ്ങ ഒരു കത്തിയെടുത്ത് രണ്ടായി മുറിച്ചു. രണ്ട് തുല്യ കഷ്ണങ്ങൾ. ഒരു കഷ്ണം അണ്ണാരക്കണ്ണനും മറ്റേ കഷ്ണം തത്തയ്ക്കും കൊടുത്തു. അവരത് ആദ്യോടെ തിന്നു. നന്ദിയുണ്ട്. രാവിലെ ഒരു പഴുത്ത മാങ്ങ കഷ്ണം തിന്നാൻ കിട്ടിയിട്ട് എത്ര നാളായെന്നോ. എന്റെ മൂങ്ങച്ചാരെ, നിങ്ങൾ എത്ര എളുപ്പമായിട്ടാണ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തന്നത്. ഒന്നിലേക്കും എടുത്തു ചാടാതിരിക്കുക. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി. പരിഹാരത്തിനുള്ള വഴി താനെ തെളിഞ്ഞു വരും. ആ പറഞ്ഞത് ശരിയാണ്. മാങ്ങ ആരാണ് കണ്ടത്, ആരാണ് ആദ്യം തൊട്ടത് എന്നൊക്കെ തർക്കിക്കുന്നത് നിൽക്കാതെ ഞങ്ങൾ ആ മാങ്ങ ഇതേപോലെ രണ്ടായി പഴുത്ത് കഴിച്ചിരുന്നെങ്കിൽ ഈ വഴക്കും വക്കാണവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? ശരിയാണ്. അങ്ങനെ അന്നു മുതൽ അണ്ണാരക്കണ്ണനും തത്തമ്മയും ആ മാവിലെ മാങ്ങകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ചിന്തിക്കുക, ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക. എന്നാലും നിനക്ക് എന്റെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ കളിയാക്കിയുണ്ടല്ലോ. ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തു പറ്റി മോളെ? എന്തിനാ എന്റെ പൊന്നുമോള് കരയുന്നത്? അമ്മ, ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഞാൻ എല്ലാ മത്സരത്തിലും പങ്കെടുത്തു. പക്ഷെ എനിക്ക് അവനിപ്പോൾ ഓടിയെത്താൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് അവൻ എന്നെ കളിയാക്കുക. ഇനി അവൻ എന്റെ മോളെ കളിയാക്കില്ല കേട്ടോ. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ കളിയാക്കിയാൽ മോള് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. നല്ല മുത്തശ്ശി. അതൊക്കെ പോട്ടെ, കളറിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയതിന് മിഠായി എവിടെ? ഈ കുറുമ്പന് മുത്തശ്ശിയുടെ അടുത്ത് അതും പറഞ്ഞു. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. അച്ഛൻ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ സർപ്രൈസ് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. അതും കളഞ്ഞു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ് മിടുക്കി മോള്. ഉമ്മ. കണ്ടില്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. മോൾക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ഉള്ളത്. അവന് ഓടാനും ചാടാനും കഴിയും. എന്ന് കരുതി മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കളിയാക്കരുത്. സോറി മുത്തശ്ശി, ഇനി ഞാൻ ആരെയും കളിയാക്കില്ല. നല്ല കുട്ടി. മുത്തശ്ശി ഒരു ആനക്കുട്ടിയുടെ കഥ പറഞ്ഞു തരാം.
പണ്ടൊരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ പാവവും ദയുള്ളവളുമായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മുയൽ അതുവഴി വന്നു. ഹായ്, ഹൗ ആർ യു? എങ്ങോട്ടാ ഈ വലിയ മൂക്കുമായി പോകുന്നത്? ഇത് കേട്ടപ്പോൾ ആനക്കുട്ടിക്ക് സങ്കടായി. എന്റെ മൂക്ക് കണ്ടില്ലേ? മൂക്കായാൽ ഇങ്ങനെ ആവണം. എന്ത് ഭംഗിയുണ്ട്! ഇതൊരു മാതിരി നീണ്ട തൂണ് പോലെ. ഹയ്യേ! അപ്പോഴാണ് മുയലിന്റെ ഫ്രണ്ടായ ആമയും ആ വഴി വന്നത്. എന്താണ് രണ്ടാളും തമ്മിൽ ഒരു തമാശ? ഞാനും കേൾക്കട്ടെ. ആമച്ചാരെ, നിങ്ങൾ തന്നെ പറ, ഇവന്റെ മൂക്കാണോ അതോ നമ്മുടെ രണ്ടാളോ മൂക്കാണോ കാണാൻ? എന്താ സംശയം? എന്റെയും നിന്റെയും മൂക്ക് തന്നെ. പോരാത്തതിന് മുറം പോലുള്ള ചെവിയും. ഇതൊക്കെയാണ് ചെവി. എന്ത് ഭംഗിയാണ് കാണാൻ. താങ്ക് യു. ബൈ ദ ബൈ. ആ പറഞ്ഞപ്പോഴാ, ഇന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ട്. ഞാൻ പോട്ടെ. ബൈ. അവള് പാവമായതുകൊണ്ട് തന്നെ അവളെ കാട്ടിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. പാവ ആനക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവൾ പതിവ് പോലെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൾ നടന്ന് ഒരു പുഴക്കരയുടെ അടുത്തെത്തി. എന്ത് പറ്റി കൂട്ടുകാരാ? എന്താ മുഖത്തൊരു സങ്കടം പോലെ? ഓ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തായാലും പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതാണോ കാര്യം? ഇന്ന് നിന്നെ ആരോ കളിയാക്കി കാണും അല്ലേ? ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. നിന്റെ ഈ പേടിയാണ് ആദ്യം മാറേണ്ടത്. അതിനങ്ങേരാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ധൈര്യമായി ചെല്ല്. അങ്ങനെ മീൻ പറഞ്ഞത് കേട്ട് നമ്മുടെ ആനക്കുട്ടി മൂങ്ങ സന്യാസിയെ കാണാൻ പുറപ്പെട്ടു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞാൻ ആ പുഴക്കരയിലെ മീൻ പറഞ്ഞിട്ട് വന്നതാ. അവൻ എന്നെ വിളിച്ചിരുന്നോ? എന്ന കാര്യം പറയൂ. എന്നെ സഹായിക്കണം. ഈ കാട്ടിലെ എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്റെ ഈ വലിയ തുമ്പിക്കൈയും ഈ മുറം പോലെയുള്ള ചെവിയുമെല്ലാം എനിക്കൊരു ഭാരമായി തോന്നുന്നു. എനിക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെ പോലെ ചെറിയ ചെവിയും തുമ്പിക്കൈയും മതി. ഇത് കേട്ടതും മൂങ്ങ സന്യാസിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. മൂങ്ങ സന്യാസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങളും എന്നെ കളിയാക്കുകയാണോ? ക്ഷമിക്കണം, ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് ചിരിച്ചു പോയതാണ്. നോക്കൂ, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ ഈ വലിയ തുമ്പിക്കൈ പോലെ വേറെ ആർക്കെങ്കിലും തുമ്പിക്കൈ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ ചെവി പോലെ ഇത്രയും വലിയ ചെവി വേറെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ഈ കാട്ടിലെ ഓരോ ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളാണ്. നിങ്ങളുടെ തുമ്പിക്കൈയും ചെവിയും അതിൻ്റെതായ സവിശേഷതകളും ലക്ഷ്യങ്ങളും ഉണ്ട്. ചെവികൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ കാൽപെരുമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ തുമ്പിക്കൈ കൊണ്ടും നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് കുടിക്കാനും പറ്റും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ശരിയാണ്, ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്റെ കഴിവുകൾ മനസ്സിലാക്കി തന്നതിന് നന്ദി. നിനക്ക് നല്ലത് മാത്രമേ വരൂ. പോയി വരൂ. അതും പറഞ്ഞ് മൂങ്ങ സന്യാസി ധ്യാനത്തിൽ മുഴുകി. ആനക്കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു.
അങ്ങനെ ആനക്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുന്ന സമയം പെട്ടെന്ന് കുറച്ച് മൃഗങ്ങളുടെ നിലവിളി ശബ്ദം കേട്ടു. ആനക്കുട്ടി തന്റെ ചെവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ അതാ ദൂരെ കാട്ടിനുള്ളിൽ വേട്ടക്കാരൻ കുഴിച്ചു വെച്ച ഒരു വലിയ വാരിക്കുഴിയിൽ ആമയും മുയലും കുറുക്കനും വീണ് കിടക്കുന്നു. ഏത് ആമയും മുയലും കുറുക്കനുമാണെന്നറിയോ? നമ്മുടെ ആനയെ കളിയാക്കിയ അതേ ആമയും കുറുക്കനും മുയലും. നമ്മുടെ ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ തന്റെ ഫ്രണ്ട്സിനെ വലിയ തുമ്പിക്കൈകൾ കൊണ്ട് വാരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് വേട്ടക്കാരൻ ആ വഴി വന്നത്. ആനയെ കണ്ടതും അയാൾ പേടിച്ച് വന്ന വഴി തിരിച്ചോടി. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. നീ ഞങ്ങളുടെ നിലവിളി കേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ആ വേട്ടക്കാരൻ കൊണ്ടുപോയേനെ. നിന്റെ ചെവിയെ പറ്റി ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. നിന്റെ തുമ്പിക്കൈനെ കുറിച്ച് ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവസാനം നിന്റെ തുമ്പിക്കൈ വേണ്ടി വന്നു ഞങ്ങളെ രക്ഷിക്കാൻ. എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കില്ല. അങ്ങനെ അവർ പരസ്പരം കളിയാക്കാതെ നല്ല സുഹൃത്തുക്കളായി പരസ്പരം കെട്ടിപ്പിടിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യരിലും അവരവരുടേതായ കഴിവുകളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത്. സ്വന്തം കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. ക്ഷീണമകറ്റ